കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണ കാലത്ത് പാനൂരിലൊരു സ്റ്റീൽ ബോംബ് പൊട്ടി. അത് വലിയ ചർച്ചാ വിഷയമായി, വിവാദമായി. പക്ഷേ അതിനേക്കാൾ മാരകനായിരുന്നു നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ, ADGP അജിത് കുമാറും RSS നേതാവ് ദത്താത്രേയ ഹൊസബാളയും തമ്മിൽ നടന്ന ഒരു രഹസ്യ ചർച്ചയെക്കുറിച്ചുള്ള വിവരം പുറത്തുവിട്ടത്. അതിനോടൊപ്പം നമ്മുടെ അൻവർ സാഹിബ് തുറന്നുവിട്ട ചില ഭൂതങ്ങൾ, വലുതും ചെറുതുമായ ഭൂതങ്ങൾ, ഇതെല്ലാം കൂടെ ചേർന്ന് എന്തായിരിക്കും കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കുക, അല്ലെങ്കിൽ എന്ത് പ്രത്യാഘാതങ്ങൾ സംഭവിക്കും എന്നതിനെക്കുറിച്ചൊക്കെ നമ്മളിങ്ങനെ ആലോചിക്കുന്നുണ്ടായിരുന്നു. സർക്കാരിന് എന്തെങ്കിലും പരിക്ക് പറ്റുമോ? പിണറായി വിജയൻ എന്തെങ്കിലും സംഭവിക്കുമോ? അജിത് കുമാറിനെ പറഞ്ഞു വിടുമോ? അജിത് കുമാറിനോട് വീട് പണിയൊക്കെ നോക്കി പോയിരുന്നോളാൻ പറയുമോ? CPM-ൽ എന്ത് ചലനങ്ങളുണ്ടാക്കും? ആ പാർട്ടിയിലിപ്പോൾ സമ്മേളനങ്ങൾ ആരംഭിച്ചിരിക്കുക, ബ്രാഞ്ച് മുതൽ മുകളിലോട്ട്. ഇതൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. ഇതൊക്കെയായിരുന്നു നമ്മുടെ മുമ്പിലുണ്ടായിരുന്ന വിഷയങ്ങൾ. പക്ഷേ ഇപ്പോൾ തോന്നുന്നു അത് മറ്റൊരു തലത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണോ? അതായത് ഈ ഇടതു മുന്നണി എന്ന് പറയുന്നൊരു സംവിധാനമുണ്ടല്ലോ, 1978 മുതൽ CPI അതിൽ വന്ന് ചേർന്നത് മുതൽ ചെറിയ ചെറിയ മാറ്റങ്ങളോടെയാണെങ്കിലും അതങ്ങനെ നിന്ന് പോരുകയാണ് ഇടതു മുന്നണി. അതിൻ്റെ അടിസ്ഥാനപരമായ ഘടനയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ടോ? തുറന്നു പറഞ്ഞാൽ മുന്നണിക്കുള്ളിൽ ഇപ്പോൾ ശ്വാസം മുട്ടിക്കഴിയുന്ന ചില പാർട്ടികളുണ്ട്. CPI, കേരള കോൺഗ്രസ് M മുതലായവ. ഇപ്പോൾ ഈ കിട്ടിയ അവസരം ഉപയോഗിച്ച് അവർ കപ്പലിൽ നിന്ന് പുറത്ത് ചാടുമോ? UDF വികസിപ്പിക്കേണ്ടി വരുമോ? ആ തലത്തിലേക്കൊക്കെ ഇപ്പോൾ നമ്മുടെ രാഷ്ട്രീയ ചർച്ചകൾ വളർന്നു വന്നിരിക്കുക. ഈ കൂട്ടത്തിൽ ഏറ്റവും ശ്വാസം മുട്ടൽ അനുഭവിക്കുന്നത് നമ്മുടെ CPI ആണ്. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെന്ന് അവകാശപ്പെടുന്ന CPI. അവരുടെ തിക്കുമുട്ടലൊക്കെ പാർട്ടി സെക്രട്ടറി ബിനോയ് വിശ്വത്തിൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. അവർ നോക്കുമ്പോൾ കഴിഞ്ഞ പിണറായി സർക്കാർ മുതൽ ഇങ്ങോട്ട് CPM ജീർണതയിൽ നിന്ന് അതിജീർണതയിലേക്ക് മാറിക്കൊണ്ടിരിക്കുക. അതായത് ബിരിയാണി ചെമ്പിലെ സ്വർണ്ണക്കടത്ത്, എക്സാലോജിക്ക്, അതുപോലെ തന്നെ ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്ന ഈ RSS CPM രഹസ്യ ബന്ധം, ADGP അജിത് കുമാറിനെ സംരക്ഷിക്കുന്നതിലെ പ്രശ്നങ്ങൾ, സ്വർണം പൊട്ടിക്കലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഫോൺ ചോർത്തൽ, മന്ത്രിമാരുടെ വരെ ഫോൺ ചോർത്തുന്നുണ്ടെന്നാണ് സഹയാത്രികർ തന്നെ പറയുന്നത്. ഇതൊക്കെ CPM-നെ വല്ലാത്ത പ്രതിസന്ധി എന്നൊന്ന് വാക്ക് പറഞ്ഞാൽ പോരാ, അതിനപ്പുറത്താണ് ആ പാർട്ടി ഇന്ന് എത്തി നിൽക്കുന്ന അവസ്ഥ. ജീർണതയെന്നാണ് കഴിഞ്ഞ CPI-യുടെ സംസ്ഥാന എക്സിക്യൂട്ടീവിലൊക്കെ പ്രയോഗിക്കപ്പെട്ട വാക്കെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയുള്ള ഒരു പാർട്ടിയുടെ മുന്നണിയിൽ നമ്മൾ എന്തിന് തുടരണം? അത്തരത്തിലൊരു ചോദ്യം CPI-ൽ ആരംഭിച്ചതായിട്ട് ചില പ്രധാന പത്രങ്ങളുടെ വിശേഷാൽ പരുന്തുകൾ, ഈ വിശേഷാൽ പരുന്തുകൾ എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ കറസ്പോണ്ടൻ്റ്, പ്രത്യേക ലേഖകൻ, അതിൻ്റെ ഒരു വീക്കെൻഡ് ഭാഷ്യമാണ്. അവർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പഴയ ബന്ധങ്ങൾ ഉപയോഗിച്ച് ഒരു ചെറിയ അന്വേഷണം നടത്തിയപ്പോൾ ഇതിനകത്ത് കുറച്ച് വാസ്തവമുണ്ട് എന്ന് തോന്നുന്നു. ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ വമ്പൻ പരാജയത്തെ തുടർന്ന് CPI-യുടെ ജില്ലാ കൗൺസിലുകൾ ഇതൊക്കെ വളരെ കൂലങ്കഷമായിട്ട് ചർച്ച ചെയ്തതാണ്. തൃശ്ശൂർ ജയിക്കുമെന്ന് സത്യത്തിൽ അവർ വിചാരിച്ചതാണ്. ഈ ചതി ഉണ്ടാകുമെന്ന് അവർ കരുതിയതേയില്ല. അപ്പോൾ ഈ ചർച്ചകളിലൊക്കെ അന്നേ ഉയർന്നു വന്ന ഒരാശയമായത്, നമ്മൾ എന്തിനും CPM-ൻ്റെ കൂടെ നിൽക്കണം? തോറ്റുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയിൽ അവരുടെ കൂടെ ചേർന്ന് നിന്നിട്ട് എന്താ കാര്യം? നമുക്ക് കോൺഗ്രസുമായി സഹകരിച്ചുകൂടെ? കോൺഗ്രസ് എന്ന് പറയുന്ന പേര് ഈ ചർച്ചകളിലൊന്നും വന്നിട്ടില്ല കേട്ടോ. നമുക്ക് CPM അല്ലാത്ത ഒരു രാഷ്ട്രീയ സഖ്യത്തെക്കുറിച്ച് ആലോചിച്ചുകൂടെ? അതായിരുന്നു അതിൻ്റെ ഒരു പോക്ക്, ചർച്ചകളുടെ പോക്ക് എന്ന് പറയുന്നത്. നിർവാഹക സമിതിയിൽ ഈ ആശയം മുന്നോട്ട് വെച്ചത് ചില്ലറക്കാരൊന്നുമല്ല. ദേശീയ നിർവാഹക സമിതിയിൽ അംഗമായ, രാജ്യസഭാ അംഗമായ P. സന്തോഷ് കുമാറാണ്. അദ്ദേഹമാണ് ഈ വഴിക്കൊരു ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചത്. കാരണങ്ങൾ രണ്ടുമൂന്നുണ്ട്. അതിലൊന്ന്, കേരളത്തിൽ ഈ CPM-യുമായിട്ടുള്ള കൂട്ടുകെട്ട്, അതുകൊണ്ട് ഗുണത്തേക്കാളേറെ ദോഷമാണ് ഉണ്ടാവുക എന്നൊരു തിരിച്ചറിവാണ്. കാരണം അവർ ജയിക്കേണ്ട തൃശ്ശൂർ സീറ്റാണ് BJP-യുമായിട്ടുള്ളൊരു ധാരണയുടെ പുറത്ത് സുരേഷ് ഗോപി അടിച്ചുകൊണ്ട് പോയത്. അങ്ങനെ താമര അവിടെ വിരിഞ്ഞത്.
അതുമാത്രമല്ല, RSSുമായിട്ടുള്ള ബന്ധം ഇപ്പോൾ കൂടുതൽ മറനീക്കി പുറത്തു വന്നുകൊണ്ടിരിക്കുക. ADGP അജിത് കുമാറും ഹൊസബാളയുമായിട്ട് നടന്ന ചർച്ച അദ്ദേഹം തന്നെ സമ്മതിക്കുന്നു. അത് CPM കൈയൊഴിയുന്നു. ഇതൊക്കെ CPI ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ജീർണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയിൽ ഇനിയും തുടർന്നിട്ട് എന്താണ് കാര്യം? ഈ ചീഞ്ഞവനെ ചുമന്നാൽ ചുമക്കുന്നവനും നാറും എന്നുള്ളത് അതൊരു പരമമായ സത്യമാണ്. അത് പ്രത്യേകിച്ച് പുസ്തകം വായിച്ച് പഠിക്കേണ്ട കാര്യങ്ങളൊന്നുമല്ല. അപ്പോൾ എന്തിനാണ് ജീർണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയുമായി ചേർന്ന് നിന്ന് ആ ജീർണതയുടെ പാപഭാരം CPIയും പേറുന്നത്? അതാണ് ഒന്നാമത്തെ കാരണം. രണ്ടാമത്, CPIക്ക് CPM പുല്ലുവില പോലും കൽപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. മുന്നണിയിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ പാർട്ടി എന്നൊക്കെ പറയാമെന്നല്ലാതെ അതിൻ്റെ ഒരു പ്രാഗൽഭ്യമൊന്നും കാണിക്കാൻ CPIക്ക് സാധിക്കുന്നില്ല. പല പ്രശ്നങ്ങൾ വരുന്ന ഉടനെ നമ്മുടെ ബിനോയ് വിശ്വം അഭിപ്രായമൊക്കെ പറയുന്നുണ്ട്. അതിനൊന്നും യാതൊരു കുറവുമില്ല. അഭിപ്രായമൊക്കെ ധീരമായ അഭിപ്രായങ്ങളാണ്. പക്ഷേ എന്തെങ്കിലും പറഞ്ഞേച്ച് പൊക്കോട്ടെ CPIക്കാരെന്നുള്ള ഒരു മട്ടിലാണ് CPMൻ്റെ നേതാക്കൾ, പിണറായി വിജയൻ അടക്കമുള്ളവർ ഇതിനെ കാണുന്നത്. അതുകൊണ്ട് അംഗീകാരവും ബഹുമാനവും കിട്ടാത്ത ഒരു മുന്നണിയിൽ എന്തിനാണ് ഇങ്ങനെ നാണം കെട്ട് തുടരുന്നത്? രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തേത് ദേശീയ രാഷ്ട്രീയമാണ്. വാസ്തവത്തിൽ അതാണ് വളരെ പ്രധാനം. CPI എന്ന് പറയുന്ന പാർട്ടി ഇപ്പോൾ ദേശീയ തലത്തിൽ ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമാണ്. ഇന്ത്യ സഖ്യത്തെ നയിക്കുന്നത് കോൺഗ്രസ്സാണ്. കോൺഗ്രസിൻ്റെ രാഹുൽ ഗാന്ധിയാണ് പ്രതിപക്ഷ നേതാവ്. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വം CPI അംഗീകരിക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഈ ദേശീയ തലത്തിൽ ഇന്ത്യ സഖ്യം അതിൻ്റെ പ്രസക്തി ദിവസം തോറും വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. രാജയൊക്കെ അത് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ ഡൽഹിയിലിരുന്ന്. അപ്പോൾ എന്തിനാണ് കേരളത്തിലൊരു മുന്നണി, ദേശീയ തലത്തിൽ മറ്റൊരു മുന്നണി എന്നൊരു ചിന്ത പാർട്ടിയിൽ വളർന്നു വരുന്നു? കഴിഞ്ഞ നിർവാഹക സമിതി യോഗത്തിൽ, ഈ കഴിഞ്ഞ ദിവസം നടന്നില്ല, അതിന് മുമ്പ് നടന്ന നിർവാഹക സമിതി യോഗത്തിൽ മുല്ലക്കര രത്നാകരൻ അത് പറയുകയും ചെയ്തു. നമ്മൾ ദേശീയ തലത്തിൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ ഇവിടെ CPM മുന്നണിയിൽ നിൽക്കുന്നത് അതൊരു പന്തികേടാണെന്ന് അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞു. അപ്പോൾ പിന്നെ കേരളത്തിലെ CPIയുടെ പ്രസക്തി എന്താ? CPIക്കാരന്മാർ ഇങ്ങനെയാണെങ്കിൽ കോൺഗ്രസിലേക്ക് ചേർന്നാൽ എന്ത് ചെയ്യാൻ പറ്റും? കനയ്യകുമാറൊക്കെ CPI വിട്ടത് അവരുടെ തീപ്പൊരി നേതാവായിരുന്നു, യുവ നേതാവ്. അദ്ദേഹമൊക്കെ കോൺഗ്രസിൽ പോയത് ഉദാഹരിച്ചുകൊണ്ടാണ് മുല്ലക്കര രത്നാകരൻ ഇത് പറഞ്ഞത്. അതിനെ ചൊല്ലിയുള്ള സംസാരത്തിനിടയ്ക്കാണ് ഈ കഴിഞ്ഞ നിർവാഹക സമിതിയിൽ എന്തുകൊണ്ട് മറ്റൊരു രാഷ്ട്രീയ സഖ്യം പരീക്ഷിച്ചുകൂടാ എന്നൊരാലോചന CPIയിൽ ഉണ്ടായത്. 1964 CPI പിളർന്നാണ് ഇന്നത്തെ CPMും CPIയും ഒക്കെ ഉണ്ടായത്. അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പുകളിൽ ജനപിന്തുണ CPMനാണെന്ന് തെളിഞ്ഞു. 1967 ആയപ്പോഴേക്ക് CPMൻ്റെ നേതൃത്വത്തിൽ EM ശങ്കരൻ നമ്പൂതിരിപ്പാടിൻ്റെ നേതൃത്വത്തിലുണ്ടാക്കിയ സപ്തകക്ഷി മുന്നണിയിൽ CPI അംഗമായി. വീണ്ടും സഹകരണം ആരംഭിക്കുകയായിരുന്നു അവിടെ. പക്ഷേ ആ സർക്കാരിൻ്റെ, EMS സർക്കാരിൻ്റെ ഭരണകാലത്ത് CPI നേരിട്ട തിക്താനുഭവങ്ങൾ ചില്ലറയായിരുന്നില്ല. അവരുടെ ഏറ്റവും പ്രമുഖ നേതാക്കൾ, ദേശീയ തലത്തിൽ തന്നെ ആദരിക്കപ്പെടുന്ന MN ഗോവിന്ദൻ നായർ, TB തോമസ് മുതലായവരൊക്കെ ആ മുന്നണിയിൽ CPMൽ നിന്ന് നിരന്തരമെന്നോണം അപമാനങ്ങൾ നേരിട്ടു. അവസാനം ആ സർക്കാരിനെ തകർത്ത് CPIക്ക് പുറത്ത് വരേണ്ടി വന്നു. അതിനുശേഷം കേരളത്തിൽ CPIക്ക് ഒരു രാഷ്ട്രീയ മാന്യത നൽകിയത് സത്യത്തിൽ കോൺഗ്രസ് പാർട്ടിയാണ്. 69 അവസാനം അച്യുതമേനോൻ്റെ നേതൃത്വത്തിലുള്ള ഒരു മന്ത്രിസഭ ഈ സപ്തകക്ഷി സർക്കാരിൻ്റെ സ്ഥാനത്ത് ഉണ്ടാവുന്നു. അതുപോലെ പിന്നീടുള്ള തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസുമായി ചേർന്ന് മത്സരിച്ച് അച്യുതമേനോൻ ഭൂരിപക്ഷം നേടുന്നു, വീണ്ടും മുഖ്യമന്ത്രിയാകുന്നു. അങ്ങനെ ഒരു മാന്യത CPIക്ക് ലഭിച്ചു. CPM എപ്പോഴും അവരെ അവമാനിച്ച് കാൽക്കീഴിനടിയിലാക്കി നിർത്താനാണ് ശ്രമിച്ചിട്ടുള്ളത്. പക്ഷേ കോൺഗ്രസുമായിട്ടുള്ള ഒരു സഹകരണത്തിലാണ് വ്യത്യസ്തമായ ആ ഒരു അംഗീകാരം CPIക്ക് ലഭിക്കുന്നത്. പക്ഷേ അടിയന്തരാവസ്ഥ കഴിഞ്ഞപ്പോൾ അവരുടെ മനസ്സു മാറി. അടിയന്തരാവസ്ഥയെ പിന്താങ്ങേണ്ടി വന്നു. 1978
മാർച്ച് അവസാനവും ഏപ്രിൽ ആദ്യവുമായിട്ട് പഞ്ചാബിലെ ഭട്ടിണ്ടയിൽ നടന്ന പാർട്ടി കോൺഗ്രസ്സിൽ അവിടെ വെച്ച് CPI ഒരു തീരുമാനമെടുത്തു, ഇടതുപക്ഷ സഖ്യത്തിലേക്ക് തിരികെ പോകുന്നതിന്. അടിയന്തരാവസ്ഥയെ പിന്താങ്ങിയത് തെറ്റായിപ്പോയി എന്ന് സമ്മതിച്ചുകൊണ്ടായിരുന്നു ഈ തീരുമാനം. പിന്നീട് കേരളത്തിൽ വന്ന് ഇടതുപക്ഷ മുന്നണി വികസിപ്പിക്കുന്നതിനാവശ്യമായൊരു സാഹചര്യം ഉണ്ടാക്കണമെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ EMS അതിബുദ്ധിമാനല്ലേ, അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ക്ലീൻ സ്ലേറ്റിൽ വാ, അല്ലാതെ വേറെ എന്തെങ്കിലുമൊക്കെ എഴുതി വച്ചിരിക്കുന്ന ആ സ്ലേറ്റും കൊണ്ട് വന്നിട്ട് കാര്യമില്ല, അത് തുടച്ച് വൃത്തിയാക്കി ക്ലീൻ സ്ലേറ്റുമായിട്ട് വാ. അതായത് നിയമസഭ പിരിച്ചുവിട്ട്, നിങ്ങളുടെ സർക്കാർ രാജിവെച്ച് നിയമസഭ പിരിച്ചുവിട്ട് ഒരു പുതിയ തെരഞ്ഞെടുപ്പ് വരട്ടെ, അപ്പോൾ നമുക്കൊന്നിച്ച് ഇരിക്കാം എന്ന് പറഞ്ഞു. പക്ഷേ ഭട്ടിണ്ടയിൽ ഈ തീരുമാനമുണ്ടായെങ്കിലും 18 മാസത്തിന് ശേഷമാണ് CPI CPM മുന്നണിയിൽ എത്തുന്നത്. അത്രയും കാലം അവർ അത്യാവശ്യം അധികാരത്തിൽ കടിച്ചു തൂങ്ങി കിടക്കുക തന്നെ ചെയ്തു. 2014 നവംബറിലാണെന്ന് തോന്നുന്നു ഇതൊരു ചർച്ചാ വിഷയമായപ്പോൾ പിണറായി വിജയൻ ഭട്ടിണ്ട തീരുമാനത്തിന് ശേഷം 18 മാസം ഭരണത്തിൽ തൂങ്ങിക്കിടന്നവരാണ് നിങ്ങൾ, അതിനുശേഷമാണ് നിങ്ങൾ മുന്നണിയിൽ വന്നത് എന്ന് ഓർമ്മിപ്പിച്ച് CPI നന്നായിട്ട് പരിഹസിക്കുകയും ചെയ്തു. അങ്ങനെയാണ് CPI CPM നേതൃത്വത്തിലുള്ള LDFൻ്റെ ഭാഗമാകുന്നത്. അന്നത്തെയും എന്നത്തെയും എന്ന പോലെ CPM ഇപ്പോഴും CPIയെ വേണ്ടത്ര അംഗീകരിക്കാത്ത, അർഹിക്കുന്ന ബഹുമാനം നൽകാത്ത ഒരു നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. നമ്മുടെ ബിനോയ് വിശ്വം ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിനെ പറ്റിയും അതുപോലെ തന്നെ അൻവർ നടത്തിയ വെളിപ്പെടുത്തലിനെ കുറിച്ചും ഏറ്റവും ഒടുവിൽ സതീശൻ്റെ വെളിപ്പെടുത്തൽ, ഈ RSS ജനറൽ സെക്രട്ടറി അജിത് കുമാറുമായിട്ടുള്ള രഹസ്യ കൂടിക്കാഴ്ച, പല കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. ചില നിലപാടുകൾ ഇങ്ങനെയൊക്കെ വേണം മുന്നണി ചെയ്യേണ്ടത്, സർക്കാർ ഇങ്ങനെയൊക്കെ ചെയ്യണം, അതാണ് CPIയുടെ അഭിപ്രായം, ഞങ്ങളത് ആവശ്യപ്പെടുകയാണ് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അതൊക്കെ CPMൻ്റെ ഒരു ചെവിയിൽ കൂടെ കടന്ന് മറു ചെവിയിലൂടെ പുറത്തു പോകുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. ഒന്നിനെക്കുറിച്ചും അവർ വേണ്ട പ്രാധാന്യം നൽകുന്നില്ല. എന്തെങ്കിലുമൊക്കെ ചിലച്ചിട്ട് പോകട്ടെ എന്നതിനപ്പുറത്തൊരു പ്രാധാന്യം നൽകുന്നില്ല. ഇതാണിപ്പോൾ CPIയുടെ ഈ മുന്നണിയിലെ അവസ്ഥ. അപ്പോൾ പിന്നെ എന്തുകൊണ്ട് ഈ ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്നത് പോലെ ഇവിടെയും ആ മുന്നണിയുടെ ഭാഗമായിട്ട് നിന്നുകൂടെ എന്നൊരു ചോദ്യം ഉയരുന്നത്. ഇതിനേക്കാൾ കഷ്ടമാണ് നമ്മുടെ കേരള കോൺഗ്രസിൻ്റെ കാര്യം. CPI എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ട്, അത് അവരെ കേൾക്കുന്നില്ലെന്നേ ഉള്ളൂ. ഇതൊന്നും മിണ്ടാതെ ഈ രാഷ്ട്രീയ ഭൂകമ്പങ്ങളൊക്കെ കണ്ട് നിശബ്ദത പാലിച്ചിരിക്കുകയാണ് മാണി കേരള കോൺഗ്രസ്. ഈ കേരള കോൺഗ്രസിനെ പോലെ ഇത്രയും ലജ്ജാകരവും അപമാനകരവുമായൊരു സാഹചര്യത്തിൽ ഒരു പാർട്ടി ഒരു മുന്നണിയിൽ ചേർന്ന ചരിത്രം ഉണ്ടാവില്ല. ആ പാർട്ടിയുടെ എല്ലാമായിരുന്നു മാണി സാറ്, KM മാണി. അദ്ദേഹത്തെ CPM അല്ലെ ഇടതുമുന്നണി അപമാനിച്ചതുപോലെ, നാണം കെടുത്തിയതുപോലെ ഒരനുഭവം മറ്റേതെങ്കിലും ഒരു നേതാവിന് ഉണ്ടായിട്ടുണ്ടോ? അടുത്ത കാലത്ത് നടന്ന കാര്യങ്ങളാണ്. കോഴമാണി, ബജറ്റ് കള്ളൻ, കാട്ടുകള്ളൻ, എന്തൊക്കെ പേരിട്ടാണ് മാണി സാറിനെ അവർ അവമാനിച്ചത്. 2015 മാർച്ചിൽ ബജറ്റ് അവതരിപ്പിക്കാൻ വന്ന KM മാണിയെ CPM എങ്ങനെയാണ് കൈകാര്യം ചെയ്തത്? നിയമസഭയിൽ എന്തൊക്കെ പേക്കൂത്തുകളാണ് കാട്ടിയത്. ഇപ്പോഴും അതിൻ്റെ കേസ് നടന്നുകൊണ്ടിരിക്കുക. അതിലെ പ്രതികൾക്ക് വേണ്ടി വാദിക്കുന്ന ഒരു ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ കേരള കോൺഗ്രസ് നിൽക്കുകയാണ്. അന്ന് ഈ ബജറ്റ് അവതരിപ്പിക്കാൻ KM മാണി നിയമസഭയിൽ എത്തിയത് എങ്ങനെയാണെന്നറിയാമോ? വീട്ടിൽ നിന്നല്ല വന്നത്. തലേ ദിവസം രാത്രി നിയമസഭയിൽ വന്ന് അദ്ദേഹത്തിൻ്റെ നിയമസഭയിലെ ഓഫീസ് മുറിയിൽ കിടന്നുറങ്ങിയിട്ടാണ് രാവിലെ ബജറ്റ് അവതരിപ്പിക്കാൻ വന്നത്. ആ തരത്തിലാണ് അന്ന് KM മാണിയെ CPMകാർ കൈകാര്യം ചെയ്തത്. പക്ഷേ അദ്ദേഹം യവനികയ്ക്കുള്ളിൽ മറഞ്ഞു. പാർട്ടിയുടെ ഭരണം അല്ലെങ്കിൽ ചരടുകൾ മകൻ ജോസ് കെ മാണിയുടെ കയ്യിലായി. നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുന്നു. ആ സാഹചര്യത്തിൽ കോട്ടയം ജില്ലാ പഞ്ചായത്തിൻ്റെ 1.5 വർഷക്കാലത്തെ പ്രസിഡന്റ് സ്ഥാനത്തെ ചൊല്ലി സ്വന്തം പിതാവിനെ ഇതുപോലെ അപമാനിച്ച CPMൻ്റെ നേതൃത്വത്തിലുള്ള മുന്നണിയിലേക്ക് പോകാൻ ജോസ് കെ മാണിക്ക് യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം വിചാരിച്ച് അവിടെ ചേർന്ന്
പാലായിൽ ജയിച്ച് ഒരു മന്ത്രിയൊക്കെ ആകാവുന്ന. അതും നടന്നില്ല. പാലക്കാരെന്താ വിചാരിച്ചത്? അവരാരാ മക്കൾ? ഞങ്ങളുടെ പ്രിയങ്കരനായ KM മാണിയെ ഇത്ര അപമാനകരമായ രീതിയിൽ കൈകാര്യം ചെയ്ത, നാണം കെടുത്തിയ ഈ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള മുന്നണിയിൽ ഇനി ജോസ് കെ മാണിയല്ല, മകനല്ല, ആര് മത്സരിച്ചാലും ഞങ്ങളുടെ വോട്ട് ഇല്ല എന്ന് പാലക്കാർ തീരുമാനിച്ചു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? റോഷി അഗസ്റ്റിൻ മന്ത്രിയായി, നമ്മുടെ ജോസ് കെ മാണിക്ക് രാജ്യസഭയിലേക്ക് പോകേണ്ടി വന്നു. രാജ്യസഭയിൽ ഒരു കേരള കോൺഗ്രസ് സംഘം പോയിരുന്നിട്ട് എന്തു ചെയ്യാൻ? KM മാണിയുടെ ആത്മാവിന് നിത്യശാന്തി കിട്ടാൻ ഒരു വഴിയേ ഉള്ളൂ എന്നാണ് അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആളുകൾ പറയുന്നത്. അതായത് ഈ LDF മുന്നണി വിട്ട് പുറത്തു വരിക. അത് ആ പാർട്ടിയെ സ്നേഹിക്കുന്ന പലരുടെയും ആഗ്രഹമാണ്. ഇടതുമുന്നണി എന്ന് പറയുന്ന കപ്പലിൻ്റെ അടിയിൽ ഓട്ടകൾ വീണ് കഴിഞ്ഞു. അതടയ്ക്കാൻ നമ്മുടെ MV ഗോവിന്ദൻ മാത്രം വിചാരിച്ചാൽ നടക്കുമോ? അത് സാധിക്കുന്നില്ലെങ്കിൽ ആ കപ്പൽ മുങ്ങുന്ന പരുവമായി കഴിഞ്ഞാൽ നമ്മുടെ CPI യും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പും എപ്പോൾ കപ്പലിൽ നിന്ന് ചാടിയെന്ന് ചോദിച്ചാൽ മതി.